ഹായ് ഗൈസ്, എൻ്റെ ആദ്യത്തെ ബ്ലോഗാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, വെക്കേഷനായിട്ട് എനിക്കൊരു പരിപാടിയില്ല. ചുമ്മാ വീട്ടിൽ നിൽക്കുക, എന്ത് ചെയ്യും. പക്ഷെ താഴെ പോയി പണി കിട്ടും കേട്ടോ. മാതാജി എനിക്ക് പണി തരും. സോ ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വരാം താഴോട്ട്. ഒരു പണിയില്ലല്ലോ. കമോൺ ഗൈസ്, ഇന്ന് ഞാൻ അടുത്തൊരു കഥ പറഞ്ഞുതരാം. എൻ്റെ കുരുവിൻ്റെ കഥയാണ് ഗൈസ്. ഇതാണെങ്കിൽ ഞാൻ ഒരു വർഷം ഞാനത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഓയിലി ഫുഡ്, അല്ലാതെ നട്ട്സ്, ചോക്ലേറ്റ്, ഐസ്ക്രീം, റെഡ് മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ചുകൂടാ ഗൈസ്. ഞാൻ മനുഷ്യനില്ലേ ഗൈസ്. പക്ഷെ ഇതൊന്നും കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആകും. ഞാൻ അങ്ങനെ ഒരു വർഷം നോക്കി ഫുൾ ക്ലിയറായി. പിന്നെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കഴിച്ചു തുടങ്ങി. അപ്പോൾ അതെ ഫുൾ പിമ്പിൾസായി ഗൈസ്. എന്തൊരു ചെയ്യും, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇനി ഇതിനകത്ത് പരീക്ഷിക്കാത്ത ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. എല്ലാം പരീക്ഷിച്ച്. പക്ഷെ മാറണ്ടേ ഗൈസ്. കുരു പോയാലും കുരുവിൻ്റെ അനിയത്തി ചേട്ടത്തിമാർ ഇവിടെ കാണും. എന്ത് ചെയ്യും. വെക്കേഷൻ ആവണേന്ന് പ്രാർത്ഥിച്ചിട്ട് വെക്കേഷനായിട്ട് ഗൈസ് എനിക്ക് ഒരു പരിപാടിയുമില്ല ഗൈസ്. ചുമ്മാ വീട്ടിൽ ഇരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യും. ആദ്യമായിട്ട് വ്ലോഗ് എടുക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ക്യാമറയിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സ് ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു ഗൈസ്. അങ്ങോട്ട് നോക്ക്, സ്ക്രീനിൽ നോക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണിങ്ങനെ ബ്ലിങ് ആണ്. പിന്നെ ഗൈസ് എന്തോ പറയണ്ടേ ഗൈസ്, എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചോദിക്കണം, കമൻ്റ് ഇടണം, എന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി കഴിഞ്ഞ് കാണാം ഗൈസ്. ഇനി ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പണി കിട്ടിയിരിക്കുന്നു. ഇത്ര നേരം ഞാൻ പണിയില്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ പണി കിട്ടി. ഓ കണ്ണ്. എന്താണ് പണി? ഉള്ളികൾ അരിയുക. ഇന്ന് സ്പെഷ്യൽ പോർക്ക്, ബീഫ്, ചിക്കൻ എല്ലാം ഉണ്ട്. ഇന്നലെ സ്വർഗ്ഗ ദിവസം. പണ്ടേ ഇങ്ങനെ എനിക്കെല്ലാം അറിയാം. ഞാനല്ല പക്ഷെ വെക്കുന്നത് മാതാജി. ഇത് അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ്, പക്ഷെ എൻ്റെ കണ്ണുകളിൽ നിന്ന് കടൽമാര ഒഴുകും. തോന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളുടെ ഈ തോനയ്ക്കൊക്കെ എന്താ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ആക്റ്റീവ് ആവണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ അരിയണം. കറുമുറ ആയി പോകുന്നുണ്ട്. കുഴപ്പമില്ല, കറി കിടന്ന് ഇളകുമ്പോൾ. ഗൈസ് ഇത് അരിയുമ്പോൾ മാറാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ പൊടിയാ, എനിക്ക് പണ്ടേ അറിയാം. പക്ഷെ തോനെ ഉള്ളതുകൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഓഹ് ഷീറ്റ്. കുഴപ്പമില്ല, കൊള്ളാം. കരച്ചിൽ വരുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അമ്മീ എന്തിത്. ഓ കണ്ണുകളിൽ കുറുമ്പിൻ്റെ മിന്നലില്ലേ. ഓ പൂങ്കുയിലായി കുറുകുന്ന തുളുമ്പുകയാണ് എൻ്റെ ഹൃദയം. കണ്ടു. ഓ ഡിസ്കോ ഡാൻസർ. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അയ്യോ, നിങ്ങളെ ഞാൻ കാണുന്നില്ല, പക്ഷെ ഞാൻ കാണുന്ന കിടക്ക് ഓടിക്കൊള്ളുകയാണ്. ഗൈസ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി എനിക്ക് ഒട്ടും എനർജി ഇല്ല, കാരണം വയറ് നല്ലോണം ഫുള്ളായി ഗൈസ്. കുറേ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ ഡിഷസൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു എല്ലാം. ക്രിസ്മസൊക്കെ ആയിട്ട് നല്ലോണം ഫുഡ് കഴിച്ച് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി തന്നു. ഓക്കെ, ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.